നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതിനു മുന്നേ ഉണ്ണി സാർ ഏറ്റവും കൂടുതൽ മലയാളത്തിലെ സോങ്സ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് ചിത്ര ചേച്ചിയുടെ കൂടെയാണോ? അധികമൊന്നുമില്ല, വളരെ കുറവേ ഉള്ളൂ. ചേച്ചിയോടെ പാടിയേക്കുന്നത് പാടിയിട്ടുള്ളത് യാദവ, അത് മാത്രം, ആ പാട്ട് മാത്രമേ പാടി. അയ്യോ ഉണ്ണി സാർ ഇപ്പൊ അത് ഭയങ്കര ട്രെൻഡിങ് ആ വീണ്ടും ഇല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ വന്നൂല്ല, അതൊരു അപ്പൊ ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ്? ചിത്ര ചേച്ചി മുത്താണ്, ചക്കരയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരത് സാർ ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു സോങ് വർക്ക് ചെയ്തപ്പോ? ആക്ച്വലി എന്റെ ഫസ്റ്റ് ഡ്യുവറ്റ് പാടിയത് ചിത്ര ചേച്ചിയുടെ കൂടെയാണ്. തെന്മേற்கு പർവ്വക്കാറ്റ് തേനി പക്കം വീസുമ്പോது സാരൽ ഇன்பச்சாரൽ തെന്മാങ്ക് പാടിക്കൊണ്ട് சில சிலவென்று சென்றதம்மா தூரல் முத்த தூரல் வெங்காட்டு பொத்த கள்ளி சட்டென்று மொட்டு வீடு செங்காட்டு சில்லி செடி சில்லென்று பூவெடுக்க தென்மேற்கு பருவ காற்று தேனி பக்கம் வீசும்போது சாரல் இன்ப சாரல் தென்மாங்கு வாடிக்கொண்டு சிலு சிலுவென்று சிந்துதம்மா தூரல் முத்து தூரல். എന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ബാക്കിങ്? അത് പൊളിയായിരുന്നു കേട്ടാ, അടിപൊളി. ഉണ്ണി നോക്കി മറ്റേ ശ്മശാനത്തിലൊക്കെ ഒന്ന് പാടുന്നു ഒറ്റയ്ക്ക്. എന്നാ ഞാനും ഷാനും കൂടെ കട്ടയ്ക്ക് ഉള്ളത് കൊണ്ട് വേണം. അപ്പോ ഇതാണ് എന്റെ ഫസ്റ്റ് സോങ് ചേച്ചിയുടെ കൂടെ പാടിയത്. ഫസ്റ്റ് ഡ്യുവറ്റ് എവർ. AR റഹ്മാൻ സാറിന്റെ കോമ്പോസിഷൻ. ദിസ് ഇസ് മൈ സെക്കൻഡ് സോങ് ആഫ്റ്റർ എന്നവിളി. തെന്മേർക്കാണ് നെക്സ്റ്റ് പാടിയ പാട്ട്. അപ്പോ ആൻഡ് ദെൻ രാജാ സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാടിയൊരു മഹാരാജനോട് റാണി വന്ന് സേരും. അതൊരു പാട്ട്. അബ്സല്യൂട്ട്ലി ഡെഡിക്കേറ്റഡ് മ്യൂസിഷ്യൻ. സിൻസിയറിറ്റി, ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. ഐ മീൻ സിംഗിങ് വിത്ത് ഹെർ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. അവരുടെ ഒരു കോൺസെൻട്രേഷൻ ആൻഡ് ദ വേ ഷീ ലേൺസ് ദ സോങ് ഒന്നിച്ച്. സോ ആൻഡ് ആസ് എ പേഴ്സൺ സച്ച് എ സ്വീറ്റ് ഹാർട്ട്. ട്രൂലി ഒരു ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബീൻ ഏബിൾ ടു വർക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ചാലഞ്ച് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മുടെ ശ്രീഹരി കുട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം ശ്രീഹരി. എന്തോ ചാലഞ്ച് ഒരു വല്ലാത്ത ചാലഞ്ച് ആയി പോയടാ. ആണ്. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊഴപ്പില്ല. ശ്രുതി ഒന്നും ഇങ്ങനെ ഇതില്ലാണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പുതിയൊരു സംഭവമായിരുന്നു. ഇതുവരെ ഒരു റിയാലിറ്റി ഷോയിൽ നടന്നിട്ടില്ലല്ലോ. അപ്പൊ ഒരു പ്രത്യേകത എന്തൊക്കെയോ ഒരു സാധനം വന്നു. എന്തൊക്കെയോ ഒരു പുതിയ പുതിയ സാധനങ്ങള്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഉണ്ണി സാർ. ശ്രീഹരി എന്തോ സൂപ്പർ. താങ്ക് യു സാർ. സൂപ്പർ പെർഫോമൻസ്. ഈ പാട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഉണ്ണിമേനൻ കമ്പോസ് ചെയ്ത് പാടിയ പാട്ട് അല്ലേ? അഭിനയിക്കും ചെയ്തു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അതിമനോഹരമായിരുന്നു. ബ്യൂട്ടിഫുള്ളി സങ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. മോന്റെ ശബ്ദം ഇങ്ങനെ ഒരു കുറച്ചൊരു ഹസ്കി വോയിസ് ആണ്. അത് ഇങ്ങനെ അടഞ്ഞിട്ടുണ്ടോ? കുറച്ച് ചേഞ്ചിന്റെ സമയം. അതുകൊണ്ടാണ് ബ്രെത്തിന്റെ ചില സസ്റ്റെയിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ബട്ട് അതൊക്കെ അതൊഴിച്ച് സിംഗിങ് വാസ് സൂപ്പർ സിംഗിങ്. നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പാട്ടിന്റെ ആ ഭാവം നല്ലോണം മനസ്സിലാക്കി പാടി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതും ചരണമൊക്കെ വളരെ നന്നായിരുന്നു. ആൻഡ് ആ ക്ലിക്ക് മാത്രമുള്ളത് വിതൗട്ട് ദ ശ്രുതി ഇറ്റ്സ് പെർഫെക്റ്റ്. എൻ്റെ ഒരു അറിവിൽ അത്രയും മനോഹരമായിരുന്നു. പെർഫെക്റ്റ് പിച്ചിങ്. അങ്ങനെ പറയണെങ്കിൽ നീല രാവിലെ അവിടെ മാത്രം എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നീലരാവിലെ ഏകാന്തതയിൽ. അതെങ്ങനെയാണ് വരിക? ഒന്ന് പാടുക. അവിടെ മാത്രം കുറച്ചൊന്ന് കൺട്രോള് കിട്ടും പോയ മാതിരി ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ചെറിയത് നിങ്ങളൊന്നും പറയണ്ടേ. അപ്പോ ആ പോയിന്റിൽ മാത്രം പിടിച്ചു മാത്രം, വേറൊന്നുമില്ല. അത് സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്. ലവ്ഡ് ഇറ്റ്. താങ്ക് യു ഉണ്ണി സാർ. ശരത് സാർ. ഹായ് മോനെ. ഹായ്. കുറെ സന്തോഷം.
അതെ എന്തിന് ആ ചുമ്മാ രസം. അല്ല നിന്നെ സന്തോഷിക്കണേ. അല്ല താങ്ക് യു എടാ ഞാൻ പറയാൻ വന്നത് കേക്ക്, എങ്കിലും നിനക്കത് മനസ്സിലാകത്തുള്ളൂ. സാർ. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന കണ്ടുകൂടാ അല്ലേ മക്കളെ? അല്ല സന്തോഷിച്ചു. അല്ല ഞാൻ അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു കൊറേ സന്തോഷം എന്ന് പറഞ്ഞപ്പോ എന്തിന് എന്നാ ഞാൻ നിന്നെ വലിച്ചു കയറി തരാടാ. അല്ല വേണ്ട. അല്ല നീ എന്തൊക്കെ ഈ പാടിയത്? എന്തേ ഇങ്ങനൊക്കെയാണോ പാടുന്നത്? എന്തൊരു ഷാർപ്പായിരുന്നു മക്കളെ പല ഏരിയയും. അത് അനുപല്ലവിയുടെ ഒക്കെ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഷാർപ്പായിരുന്നു. അതും തോന്നിയില്ല നിനക്ക് പാടുമ്പോ? ശ്രുതി നമുക്ക് ചേരുന്നില്ല എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഇല്ലേ പാടുമ്പോ? അല്ല ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയും. ചെറുതായിട്ട് അവിടെ പോയി ചെറുതായിട്ട് പോകാനും വലുതായിട്ട് പോകാനും പോയതാ. ചെറുത് വലുതെന്നൊന്നുമില്ല. ശ്രുതി പോയെന്ന് പറഞ്ഞാൽ പോയി, അത്രേ ഉള്ളൂ. നിനക്കത് ഫീൽ ചെയ്തോ? നമുക്ക് ശ്രുതി ചേരുന്നില്ലെന്നുള്ളത് ഫീൽ ചെയ്തോ? എന്താ തോന്നിയത്? ഫ്ലാറ്റ് ആയിട്ടാണോ തോന്നിയത്, ഷാർപ്പായിട്ടാണോ തോന്നിയത്? ആ കറക്റ്റാ. അപ്പൊ ആ ഒരു ചെമ്പനീർ എന്നുള്ളതൊന്ന് പാടിക്കേ, അനുപല്ലേ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ചെമ്പനീ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം. എന്ന് പാടുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി വേണം കേട്ടോ. അതൊന്നും ഇല്ലായിരുന്നു. അപ്പം പിന്നെ ആ നീലരാവ് മക്കളെ, അത് ഏകാന്തതയാണോ? ആ പാട്ടില് ഏകാന്തത എന്നാണോ പാടിയേക്കുന്നത് മിസ്റ്റർ ഉണ്ണിമേനോ? ഏകാന്തത ആണോ? ഇപ്പൊ വിളിച്ച് ചോദിക്കട്ടെ. ആണോ ഏകാന്തത? അങ്ങനെ ഒരു വാക്കുണ്ടോ മലയാളത്തിൽ? ഏകാന്തത, ഏകാന്തതയുടെ അപാര തീരം. ആ പാട്ടൊക്കെ കേട്ടോണ്ടോ നീ? ഭാർഗവി നില എന്ന സിനിമയിലെ പാട്ടാണ്. അതിൽ ഏകാന്തതയുടെ എന്നാണോ ഉള്ളത്? മലയാള വാക്ക് അതാണോ? ഗായാണോ? ഗായാണോ? അല്ല, പിന്നെ ഏകാന്തത. ഏകാന്തത. അപ്പൊ അത് മനസ്സിലാലപ്പ. ഏകാന്തത എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല. ഏകാന്തതയുടെ പാടിക്കേ നീലരാവിലെ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വേണം പ്രൊണൗൺസ് ചെയ്യാൻ മലയാളം കേട്ടോ. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. അല്ല നിന്റെ അഹങ്കാരത്തിന് ഞാനൊന്ന് തട്ടിയതാ നിന്നെ. മക്കളെ, നല്ല പാട്ട്. ഈ പാട്ടിന് ഒരു ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. അതാ ഞാൻ സന്തോഷമുണ്ടെന്ന് പറയാം. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അവൻ കയറി ഒരു മണ്ടം പെടി അങ്ങ് വെച്ച് കൊല്ലും ഞാൻ കേട്ടോ ഇങ്ങനെ ചെയ്താല്. ഉണ്ണി അണ്ണാച്ചി ചെയ്ത ഫിലിം കുറേ സന്തോഷം. ഇതിൻ്റെ ബാക്കി കാര്യം ഷാൻ നിങ്ങളുടെ അടുത്ത് പറയും. അപ്പോൾ എനിക്ക് കുറേ ഇഷ്ടമായി മോൻ പാടിയത്. പിന്നെ ആകെ എനിക്കുള്ളത് ഈ ഷാർപ്പ് ആവണം നീ വല്ലാതെ. അതിപ്പോൾ അനുപല്ലവി സെക്കൻഡ് ഹാഫ് എടുത്താലും നല്ല മുകളിലാണ്, അതിൻ്റെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാണ് മേളിൽ. അപ്പം അത് നോക്കണം, ശ്രുതി വേണ്ടേ? പിന്നെ മോനെ അതുപോലെ ഒരു ചെമ്പനീർ ലാസ്റ്റ് അതേതായിരുന്നു? അത് മോനെ നല്ല ഷാർപ്പായിരുന്നടാ, ഏകദേശം അങ്ങും മുകളിലായിരുന്നു. അപ്പൊ ഒന്ന് പാടാമോ നമുക്ക്? ആ 2 ലൈനും കൂടെ പാടിക്കോ. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി, സുഗന്ധം പരത്തുന്നതായി നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഗുഡ്, കൊള്ളാം. അപ്പൊ നിനക്കൊണ്ട് ചേർത്ത് പാടാൻ പറ്റും അല്ലേ? നിങ്ങൾ കണ്ടുപിടിക്കുന്നോന്നറിയാൻ വേണ്ടി ഞങ്ങളെ പരീക്ഷിക്കുകയാണോ നീ? ഷാർപ്പായിട്ട് പാടി ആട്ടിത്തരും നിനക്ക്, ആട്ടി കേട്ടോ. മക്കളെ എന്നൊക്കെയാലും നല്ല രസമുള്ള പാട്ട്. നമ്മുടെ ഈ പടം കണ്ടുണ്ടോ? ഇത്രയൊക്കെ ഡയലോഗ് അടിച്ചിട്ട്. പിന്നെന്തോന്ന് അത് അതേ അഭിനയിച്ച ചിത്രമാണ്. കുറെ സന്തോഷം. മോനെ ഇത് ആരാ എഴുതിയെന്നൊക്കെ ഒന്ന് പറയാൻ? പ്രഭാവർമ്മ സാർ. പ്രഭാവർമ്മ സാറിനാണ്. സിനിമ സ്ഥിതി. പിന്നെ മ്യൂസിക്കും പാടിയതും ഉണ്ണിമേനോൻ സാറിന്. ലവ് യു ചക്കരെ. താങ്ക് യു സാർ. ഐ ലവ് യു ടു. ഐ ലവ് യു ടു. എന്തെങ്കിലും പിടിവിട്ട് കിടക്കണം. ശ്രീഹരി നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സാർ. പക്ഷെ ഇതാണ് ഒരു ഭയങ്കര ഒരു ഷാർപ്പ് പോകുന്ന ഒരു ടെൻഡൻസി ത്രൂ ഔട്ട് ദ സോങ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ നിനക്കായി ഉണ്ടല്ലോ ഹൈ പോകുന്നത്.
അതൊക്കെ എന്റെ പല്ലവിയിൽ വന്നപ്പോഴൊക്കെ അത് ഭയങ്കര സ്ട്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്തത്. എനിക്കൊന്ന് ഈ വോയിസിൻ്റെതായിരിക്കും. പല്ലവിയിൽ ആ സുഗന്ധം എന്ന് പറഞ്ഞ വാക്കിന്റെ ആ ഒരു പ്ലാൻ നീ ഒന്ന് പാടിയടാ. സുഗന്ധം പരത്തുന്നതായി നിനക്കായി. ഓക്കെ, നീ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോടാ. ഇത്ര ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞു. ശരത്തേട്ടൻ പറഞ്ഞു ഈ പാട്ടിന് ശരത്തേട്ടനുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നിവിടെ പറഞ്ഞു. ഈ പാട്ട് ഉണ്ണിച്ചേട്ടന് വേണ്ടിയിട്ട്, ഉണ്ണിമേനോൻ ചേട്ടന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ശരത്തേട്ടനാണ്. അത് പറയാൻ അവൻ സമ്മതിക്കത്തില്ല. സന്തോഷം എന്ന് പറഞ്ഞപ്പോ എന്തിന് എന്ന് ചോദിച്ചാ പിന്നെ ഇറ്റ്സ് ഓക്കെ മോനെ, ഇങ്ങനെ മണ്ടത്തരം നീ പറയുന്നോണ്ട് ഞങ്ങൾ യൂസ്ഡാണ്. സോറി പറയടാ. സോറി പറയണ്ട, സോറി ഒന്നും പറയാം. ഇല്ല മോനെ, ആ സമയം എന്നെ വിളിച്ച് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു വൈകുന്നേരം സമയത്ത് എനിക്ക് ആകെ ഒരു തബലയും ഒരു ഫ്ലൂട്ടും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞിട്ട് കുത്തിയിരുന്ന് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തു കേട്ടോ. കുറെ നല്ല ഓർമ്മകളുണ്ടായിരുന്നു മക്കളെ കേട്ടാ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ഇനി നമുക്ക് മാർക്സ് വയ്ക്കാം. ഓക്കെ ഷാനിക്ക. ശ്രീഹരി $8. അതെന്തൊരു എക്കോ? ഷാനിക്കക്ക് എക്കോടെ ആവശ്യമുണ്ടോ? നമ്മൾ ഒരു മനസ്സും ഇരുമെയ്യുമാണ്. ഓക്കെ, അപ്പൊ 8 മാർക്ക്. താങ്ക് യു സാർ. രണ്ടുപേരുടെ 8 മാർക്കാണോ? പിന്നെ അല്ലാതെ മെയ് ഒന്നാന്ന് പറയുമ്പോ പിന്നെ എന്തോന്നാ ചോദ്യം. 8 മാർക്ക് മക്കളെ. ഓക്കെ ഉണ്ണി സാർ. ഓക്കെ, യെസ്. അപ്പൊ ടോട്ടൽ 16. ഓക്കെ ഓക്കെടാ. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി ഒരു ഫോക്ക് സോങ് റൗണ്ട് ആണ്. പാടാൻ വരുന്നു നമ്മളുടെ അമ്മയെ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അമ്മയ. Tin
ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഡാൻസേഴ്സ് ഒക്കെ കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു. താങ്ക് യു ചേച്ചി. ഇതൊരു ഓണം റിലേറ്റഡ് സോങ് കൂടെ ആണല്ലേ. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്താണ് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ. അപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞത് ഒരു ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ് കൂടെ ആണെന്ന്. എന്തായാലും നമുക്ക് ചോദിക്കാം. ഓക്കെ ശരത് സർ. ഞാനാണ് ആ ഓണം എന്ന് പറയുമ്പോ ഉണ്ണികൃഷ്ണനാ നമുക്ക് പ്രധാനം. അത് വിഷുവിനാണ്. വിഷുവിന് എന്താ ഉണ്ണികൃഷ്ണന് പ്രധാനം? അയ്യോ അത് സ്വഭാവം അതല്ല. അല്ല ഓണം ഉണ്ണിക്ക് കുറെ ഇഷ്ടമാണ്. ആ ശരത് സാറിനും ഇഷ്ടമല്ലോ ഓണം. ഓണം എനിക്ക് ഭീകര ഇഷ്ടമാണ്. അപ്പൊ സാർ പക്ഷെ അല്ല നമ്മുടെ ഒരു ഉണ്ണി വന്നിരിക്കുമ്പോഴേ ഉണ്ണി അതിന് എന്ത് വിചാരിക്കും? ഓണത്തിനെ പറ്റി പറഞ്ഞു ഉണ്ണി സാറിന്റെ മുഖത്തേക്ക് നോക്കി ഒന്നും വിചാരിക്കുന്നില്ല. വേണ്ട മക്കളെ അമ്മയാ നല്ലൊരു എന്താ പറയണ്ട ഒരു അതിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് 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 നല്ല രസം. ഡാൻസേഴ്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഓള് നന്നായിട്ട് പാടിയടാ. ഇത് ആരുടെ പാട്ടാണ്? ഇതൊക്കെ പറയൂ കേക്കട്ടെ. ഇത് ദുർഗ ചേച്ചിയുടെ പാട്ടാണ്. ദുർഗ ചേച്ചി ഏത്? സാക്ഷാൽ ദുർഗയോ മഹാദുർഗയോ? വിശ്വനാഥ്. അത് പറ. നമ്മുടെ ദുർഗാ വിശ്വനാഥ്. ഓക്കെ കുറെ സന്തോഷം. എഴുതിയത് മോളെ? എഴുതിയത് ട്രഡീഷണൽ ആണ്. ട്രഡീഷണലാണോ ഇരുന്ന് എഴുതിയത്? ആണോ? ഇതൊരു ട്രഡീഷണൽ പാട്ടാണ്. മിസ്റ്റർ ട്രഡീഷണൽ. അതിനകത്ത് ട്രഡീഷണലിനെ കണ്ടേ. ഇത് ഈ ട്യൂൺ ഉള്ളതാണോ മോളെ? ഈ ട്യൂണ് ദുർഗ വിശ്വനാഥ് തന്നെ ചെയ്തത് ചേച്ചി. ഓ നോ വണ്ടർഫുൾ. അപ്പൊ ദുർഗ കമ്പോസിങ് തകർത്ത്. അപ്പൊ എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ ദുർഗാ വിശ്വനാഥിന്. അപ്പൊ മക്കളെ നന്നായിട്ട് പാടിയടാ. വേറെ ഒരു കുറ്റം എന്ന് പറയുന്ന ഒന്നുമില്ല. വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. മനോഹരമായി. അത്രേ ഉള്ളൂ പറയാം. താങ്ക് യു സർ. ഷാനിക്ക. അമ്മയാ എന്താ സർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. അത്ര അങ്ങനെ വലിയ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു പാട്ട്. ഒരേ അതിങ്ങനെ അതൊരു നമ്മളെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നു. അതന്നെ ആ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റെക്കറിംഗ് ട്യൂണിൽ ലിറിക് ഇങ്ങനെ മാറി മാറി വരിക എന്നുള്ളതാണല്ലോ. പിന്നെ കോറസും നന്നായിരുന്നു. ആരൊക്കെയായിരുന്നു കോറസ്? കൈപൊക്കോ കോറസ് ടീം. അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഡാൻസേഴ്സും എല്ലാവരും കൂടെ വന്ന് മൊത്തത്തിൽ അതങ്ങ് കളറാക്കി, അങ്ങ് ഓളം ആക്കി. അങ്ങനെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നമ്മളെല്ലാവരും പറഞ്ഞ ആ ഒരു ഫോക്കിന്റെ ആ ഒരു മായ വലയത്തിനകത്തായിരുന്നു. അതെ, അതുകൊണ്ട് രസമുണ്ടായിരുന്നു കേട്ടോ. All the best. താങ്ക് യു ഷാനിക്ക. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. എനിക്ക് ആ സ്റ്റാർട്ടിങ് മുതൽ ആ എൻട്രി വിത്ത് ദ ഡാൻസേഴ്സ് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു. ആൻഡ് നന്നായി ഡാൻസേഴ്സും വളരെ ഭംഗിയായി കളിച്ചു. ഈ പാട്ട് അഫ്കോഴ്സ് ഒരേ ട്യൂൺ ആണ്, എന്നാലും അത് ഒരു മെലഡി ആ ഒരു ഫീൽ കൊണ്ടുവരണല്ലോ. അപ്പോൾ ദാറ്റ് യു റിയലി ബ്രോട്ട്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ആ ഫ്ലേവർ നന്നായി കൊണ്ടുവന്നു. ആൻഡ് എനിക്ക് ഓവറോൾ നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു നല്ല ഓൾ ഉണ്ടായിരുന്നു, ആൻഡ് കളർഫുൾ, ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അമ്മയാ നല്ല കമന്റ്സ് അല്ലേ. ഇനി നമുക്ക് മാർക്സും ചോദിക്കാം. ഓക്കെ ശരത് സർ. 8.5 മാർക്ക് മോളെ. താങ്ക് യു സർ. ഷാനിക്ക 8.5. താങ്ക് യു സർ. ഉണ്ണി സർ നല്ല മാർക്ക്. Okay. So total 17 marks. Okay. All the best. Thank you. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ഒരു ഫാമിലി റൗണ്ടിലേക്ക് പോവാം. Yes. പാടാൻ വരുന്നു നമ്മുടെ തീർത്ഥക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം തീർത്ഥ ആൻഡ് ഫാമിലി. ആ വാഹനത്തട്ടിലേക്കാണ് നാഗവല്ലിയെ കൊണ്ടിരുത്തേണ്ടത്. അത് മഹാദേവനെ കൊണ്ടേ സാധിക്കൂ.
തജം തജം തകജം ഇന്നനം നീ അറിந்தாயோ തോം 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 മപസനിദ പമസസാസമമാമദദദ സസാമ തോം 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 മപസനിദ പമസസാസമമാമദദദ സസാമ തരികിടതക തോം തരികിടതക തീം തരികിടതക ജനു തകതി തില്ലാന തകതി തരികിടതി തില്ലാന തകതി തരികിട ജനു തധിമിത തരികിട തോം 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 മപസനിദ പമസാനിദ അങ്കനമാ മൗലി മണി തിങ്കളാസി ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തിടുംബാലേ മാണിക്യവാസക മൊഴികൾ നൽകി ദേവി മാണിക്യവാസക മൊഴികൾ നൽകി ദേവി ഇളങ്കോവടികൾ ചിലമ്പു നൽകി തമിഴകമാകയും ശൃംഗാരറാണി നിൻ പഴമുതിർ കൊഞ്ചലിൻ ചോലയായി തമിഴകമാകയും ശൃംഗാരറാണി നിൻ പഴമുതിർ കൊഞ്ചലിൻ ചോലയായി എന്നാ കൊല്ലേ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എന്റേതാണ്, കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ്. യു ആർ ഗംഗ, യു ആർ ഗംഗ, നീ ഗംഗയാണ്. Wake up, wake up, come on. ഇരുമുறை வந்து பார்த்தாயா വാ 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 ദാ തീർച്ചയായും തീർത്ഥയുടെ ഫാമിലിയാണ് ഈ നിൽക്കുന്നത്. ഷാനിക്ക, നമ്മള് മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമയെ കുറിച്ച് എത്ര വട്ടം സംസാരിച്ചല്ലേ? എത്രയോ വട്ടം. ഇപ്പൊ ദാ നാഗവല്ലി നമ്മുടെ മുമ്പിൽ വന്ന് നിക്കാണ്. തീർച്ച പിന്നെ ഓൾറെഡി ഒരു ആക്ട്രസ് ആണല്ലോ. അതെ, അപ്പം ഇതുപോലുള്ള ഈ ഭാവമാറ്റങ്ങളൊക്കെ അനായാസം ആ മുഖത്ത് മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. പാട്ടിന്റെ ഇടയിലും ഡാൻസ് അതെ, കളിക്കുന്നു. നാഗവല്ലിയുടെ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതെ ഗംഗ വന്നു. അതെ, അതൊക്കെ ഭയങ്കര രസം. പിന്നെ ഫുൾ ഫാമിലി ഭയങ്കര രസമായിരുന്നു കേട്ടോ. യെസ്. ലാലേട്ടൻ ലാസ്റ്റ് അവിടെ സ്റ്റേജിൽ വന്നിട്ട് കൊറേ നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വന്നില്ല. സണ്ണി അതിനെ കുറിച്ച് സംസാരിക്കേണ്ടതാണ്. അതെ, ഡോക്ടർ സണ്ണി, എന്താണ് ഡോക്ടർ സണ്ണി? അതല്ല സാറേ, ഞാനും നകുലനും കൂടി നിക്കണം എന്നാണ് ആദ്യം വിചാരിച്ചത്. ശരി. പക്ഷെ ആ സമയത്ത് നകുലൻ ഇവിടെ ഇല്ലല്ലോ, സഹദേവന്റെ വീട്ടിൽ പോയി. പുറത്തല്ലേ, അപ്പൊ പിന്നെ ഞാൻ ഒറ്റയായി പോയി. അയ്യോ, അതുണ്ടായത്. അതാണ് സംഭവിച്ചത്. അതെ. നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോഴാണ് ഗ്രൂമ് നമ്മളെ കൊറിയോഗ്രാഫേഴ്സ് പറഞ്ഞപ്പോ ഇവരിവിടെ ഇല്ലല്ലോ, പിന്നീടല്ലേ വരുന്നത്. അതെ 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 അതെ, പെട്ടെന്ന് ഡോക്ടർ സണ്ണി ഒറ്റപ്പെട്ടതുപോലെ ഒറ്റപ്പെട്ടു feel പോയി. ചെയ്തു. പിന്നെ ഇത് തീർച്ചയായിട്ടും അമ്മയാണോ? പരിചയപ്പെടുത്തോ ഓരോരുത്തരെ? അമ്മ അവസാനം തീർത്ത് വീഴാൻ നേരത്ത് മാത്രം വന്നു. അതെ, അതെന്നെ വലിച്ചു പിടിച്ച് റോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ശരി, അപ്പൊ പരിചയപ്പെടുത്തുമ്പോളെ. അതെ, ഇതമ്മ, പേര് ശൈലജ. ഇത് അച്ഛൻ, പേര് സുഭാഷ്. ഇത് എന്റെ മാമ, പേര് പേര് മറന്നുപോയി. പ്രകാശ്. ഇല്ല പറഞ്ഞു. ഇത് ഏട്ടൻ, ചെറിയമ്മയുടെ കസിന. ഓ, എവിടോ താൻ ഭയങ്കര അതെ, dancer കേട്ടോ. അടിപൊളിയായിരുന്നു. ഭയങ്കര പ്രൊഫഷണൽ. പേര് രംഗനാഥൻ. പ്രണവ്. വീട്ടില് കിച്ചൺ. അപ്പൊ ഇത് പഠിക്കുന്നുണ്ടോ ഭരതനാട്യം? യെസ്, പഠിക്കണ്ട്. ആണ്, എത്ര നാളായി പഠിക്കുന്നു? ഞാനൊരു 12 years ആയിട്ട്. ഓ, അല്ല, എത്ര വയസ്സുണ്ട്? എന്റെ അമ്മ ഡാൻസ് ടീച്ചറാണ്. സോ ചെറുപ്പം മുതലേ അല്ല, ഇപ്പൊ എത്ര വയസ്സായി? ഞാൻ +2 പഠിക്കാണ്. സോ 18. 18. ഓ, nice. ഭയങ്കര അടിപൊളിയായിരുന്നു. Very good, very good. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, ഉണ്ണി സാർ. തീർത്ഥ സാർ, ഫാമിലി എല്ലാരും വളരെ
ഭംഗിയായി പെർഫോം ചെയ്തു. നല്ലൊരു പാട്ടാണ്, ഈസി സോങ് അല്ല അത്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടി നല്ലൊരു ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ആൻഡ് സ്പെഷ്യലി ഡാൻസ് ചെയ്ത് വാസ് റിയലി നൈസ്. താങ്ക് യു സർ. തീർത്ഥയുടെ സം പോർഷൻസ് വർ ഔട്ട്സ്റ്റാൻഡിങ്. പാടിയത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ രാഗത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് യു ഹാവ്. പഠിക്കണ്ടല്ലേ, ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. സോ അപ്പൊ അത് നല്ലോണം എനിക്ക് തോന്നി. ബിക്കോസ് അതിന്റെ ആ രാഗത്തിന്റെ ആ ഭാവം, ചില സംഗതികൾ പാടുമ്പോൾ അതിന്റെ കറക്റ്റ് ആ എസ്തെറ്റിക്സ് വളരെ ഭംഗിയായിട്ടാണ് പാടിയത്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, ചില പ്രശ്നങ്ങൾ അവിടെ എവിടെയും ഉണ്ടായിരുന്നു. അതിപ്പോ ഈ ഡാൻസ് ചെയ്ത് പാടുമ്പോൾ അതും അതിന്റെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് യു ഡിഡ് എൻ അമേസിംഗ് ജോബ്. ഡാൻസ് ചെയ്ത് പാടി. പിന്നെ ആ സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് ആ ഒരു മുறை വന്ന് പാർത്തായി ആ സോഫ്റ്റായി പാടിയില്ല. അവിടെ മാത്രം കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പിച്ചിങ്ങിന്റെ ചില കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. പിന്നെ ആ ജതിയുടെയും തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഒരു ടൈറ്റായിട്ട് ആവാമായിരുന്നു. പക്ഷെ അതർവൈസ് സൂപ്പർ, വെരി വെരി ടാലന്റ്, അമേസിംഗ്ലി ടാലന്റഡ്. വെരി നൈസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ദ ഹോൾ ഫാമിലി. താങ്ക് യു ഉണ്ണി സർ. ശരത് സർ. തീർത്ഥ മോളെ മനോഹരമായിട്ട് ചെയ്തു. താങ്ക് യു സർ. കാര്യം മോള് എന്താ പറയണ്ട, ഒരു കിടുക്കാച്ചി പാട്ടുകാരിയാണ്. പിന്നെ അതിലുപരി ഒരു നടിയാണ് കുഞ്ഞ്. നന്നായിട്ട് ചെയ്തു മോളെ. താങ്ക് യു. അതുപോലെ ഫാമിലിയും അച്ഛനും മാമയും രാമനാഥനും ഒക്കെ സൂപ്പറായിരുന്നു. അല്ല, ഞാൻ വരച്ച് ഈ ഡാൻസ് ചെയ്ത് പഠിച്ചില്ലെങ്കിലേ ഭയങ്കര ബോറായിട്ട് ചെയ്യുമ്പോഴേ ഡാൻസ് അറിയാമോ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ അസാധ്യം. സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അതുപോലെ അച്ഛനും കുറച്ചു നേരം അവിടെ വന്നു വലഞ്ഞെങ്കിലും നല്ലതായിരുന്നു. മാനേജ് ചെയ്തു. അത് അവിടെ നിന്നിട്ട് ഭയങ്കര അവര് ഒന്നും സംഭവിക്കുന്നുമില്ല. ആ നാഗവല്ലി ആ കോർണറിൽ നിന്ന് നോക്കി ചിരിക്കുകയും ചെയ്യുന്നു. സാർ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ സ്റ്റേജിൽ കയറുന്നത്. അല്ലല്ല, നന്നായിട്ടുണ്ട്. അവിടെ നിന്ന് പോയത് നിങ്ങൾ തങ്ങളുള്ള എന്തോ ഒരു പെശകന്റെ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അത് നന്നായിരുന്നു, നൈസ്. എല്ലാം കൊണ്ടും ആ കൊച്ചു വീഴാൻ നേരത്ത് പിടിക്കാൻ വേണ്ടി സ്നേഹനിധിയായ അമ്മ ഓടിയെത്തി. അതൊക്കെ സന്തോഷമായിരുന്നു. മാമൻ തല്ലിട്ടിക്കുമ്പോൾ എക്സ്പ്രഷൻ അടിപൊളി. മാമൻ ഒറ്റ നിപ്പ എങ്ങനെ. മാമ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. ഇത്ര വലിയ സ്റ്റേജ് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാണ്. എല്ലാവരും നന്നായി കേട്ടോ. നിങ്ങളത് ആദ്യമായി കയറാന്നൊന്നും പറയത്തില്ല. ഗുഡ് ഗുഡ് ഗുഡ്. മക്കളെ, അപ്പോ മോളെ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ആ എന്താണ് ഉൻപെയർ നിത്തമിങ്ക ഒന്ന് പാടാമോ? ഒന്നുകൂടെ മോളെ, ഒന്നുകൂടെ. അൻപേ അൻപേ, ആ പേസ് മതി. അൻപേ അൻപേ, ആ ബൃഹ വേണ്ട കേട്ടോ. നാഗവല്ലി ശരിക്കും പേടിപ്പിച്ചു. നാഗവല്ലി അത് മോളത് നോക്കണം. അതിൻ്റെ ആവശ്യമില്ല. അതിന് കുറേ കൂടെ രാഗഭാവം വരുന്ന ഒരു അകാരവും ബൃഹ അല്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് കേട്ടോ. അത്ര ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞ്, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. മോള് പാടിയാൽ തെറ്റൊന്നുമില്ല കേട്ടോ. അതിന് വേണ്ട കുറച്ചും കൂടെ അതപ്പോൾ കുറച്ചും കൂടെ ഫീല് നമുക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ മോളെ എഴുന്തേ, അതൊന്ന് പാടാമോ? അതെന്താണ്? ഇടവരും തടകളും ഉടൈന്തിടവേ. ഓക്കെ, ഗുഡ് മോളെ, വെരി ഗുഡ്. പിന്നെ വന്ന രാമനാഥൻ വന്നപ്പോഴത്തേക്കുള്ള ഒരുമാതിരി ചളുങ്ങി ചുളുങ്ങി മറിഞ്ഞങ്ങ്. രാമനാഥൻ വന്നപ്പോ വീണുപോയി. രാമനാഥൻ നല്ല കട്ടയ്ക്ക് അങ്ങോട്ട് വന്നപ്പോ നാഗവല്ലിയുടെ ഗ്യാസ് അങ്ങ് പോയി. മക്കളെ, അതുപോലെ ഈ തോം 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 തുടങ്ങുന്ന അതൊക്കെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ശ്രുതിയിലാവാം മുത്തേ കേട്ടോ. അതുപോലെ ആ തത്തിരി കിടത്ത ഇത്തിരി കിടത്ത അതൊന്ന് പാടിക്കേ. മക്കളെ, അത് കറക്റ്റായിട്ടൊന്ന് പാടാ ഇപ്പോഴും. അങ്ങനില്ല കുഞ്ഞ അതില്. മോളെ അങ്ങനെ വരുമ്പോഴാണ് മോക്ക് ആ സൈക്കിള് മാറിപ്പോകുന്നത്.
തത്തരികിടതക തോം തരികിടതക തീം തരികിടതക ജണു ആ അവിടെ അത് കുറച്ച് നല്ല തിരക്കിടത്തക്ക അത് നല്ല ഗുമ്മായിട്ട് വരണ്ടേ ഒന്നും കൂടെ. തത്തരികിടതക തോം തരികിടതക തീം തരികിടതക ജണു തക തിത്തില്ലാന തക തീ. ഓൾമോസ്റ്റ് ഒരു 99 ഓക്കെ നമ്മളെ അത് ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കിക്കണം കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് കേൾക്കും അത് എന്തോ യന്ത്രം പോലെ ഇരിക്കാനല്ലോ എന്ന് തോന്നും കേട്ടോ മോളെ. പിന്നെ അങ്കനമാർ അതെന്താണ് നിങ്ങൾ ഓർക്കസ്ട്രയുമായിട്ടൊരു സ്ട്രഗിൾ വന്നത്? വാട്ട് ഹാപ്പൻഡ്? ടൈമിംഗ് പെട്ടെന്ന് ഇതിന്റെ ടൈമിംഗ് ശബ്ദം കൂടി ഏതാ മോളെ? ഇത് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ വരുന്ന ശബ്ദം കൂടി ക്ലാഷ് ആയി. അപ്പം അതങ്ങനെ വരരുത്, നമുക്കതൊന്ന് കൃത്യമാക്കിയാലോ. അതിന് മുമ്പുള്ള ലൈൻ പാടിയിട്ടൊന്ന് പാടാമോ? ഇപ്പൊ ഓക്കേടാ, ഇപ്പൊ ഓക്കെ. കാര്യം ഇപ്പൊ ഒറിജിനൽ പാടിയേക്കുന്നത് അങ്ങനെ ആണല്ലോ, ഇഷ്ടത്തിനല്ല, കയ്യിലല്ല, ഓൺ ഹാൻഡ് അല്ല, അത് കൃത്യതയോടെയാണ് പാടിയേക്കുന്നത്. അപ്പം മോൾ എപ്പോഴും നോക്കണം. കാര്യം ഇതൊരു അത് നാഗവല്ലി എന്നുള്ള ഒരു ഡാൻസറാണ്. നാഗവല്ലിക്ക് താളം തെറ്റിയാല് പ്രേതത്തിന് താളം തെറ്റിയതായിട്ട് മോൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? പറയൂ മോളെ പറയൂ. അപ്പോൾ അത് തെറ്റരുത് കേട്ടോ. അത് നമുക്ക് ഭയങ്കര ഓടായിട്ട് തോന്നി ആ ഒരു ഏരിയ വന്നപ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞേട്ടോ. അല്ലാതെ ഇപ്പോൾ അത് തെറ്റെന്നല്ല, തെറ്റാണ് കേട്ടോ. പക്ഷെ എങ്കിലും മോളെ ഒരു മനോഹരമായ എന്താ പറയുക ആ ഒരു ഫിലിം കണ്ടതുപോലിരുന്നു. അത് പ്രത്യേകിച്ച് പാട്ടും പിന്നെ നമ്മുടെ ജോൺസൺ സാറിൻ്റെ റീ റെക്കോർഡിങ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു വല്ലാത്ത അവസ്ഥയാണ്. താങ്ക് യു സോ മച്ച് മുത്തേ. ഇത് പറഞ്ഞത് തെറ്റായതുകൊണ്ടല്ല, എനിക്ക് കുറേ ഇഷ്ടമായി മോള് പാടിയത്. ഇതൊരു ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ചക്രേ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക തീർത്ത അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സർ. അതിനു മുന്നേ നമ്മൾ ഇവിടുത്തെ ആർട്ടിലെ ആൾക്കാർക്കൊരു വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം ഓരോ പാട്ടിനും ഇവർ ചെയ്യുന്ന അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് ഭീകരാണ്. സത്യം. ഇപ്പൊ ഇതിന് അവർ ആ മണിച്ചിത്രത്താഴിലെ ആ പാട്ടിലുള്ള ആ ഒരു ചെറിയ 3 വിൻഡോസ് ആ ഒരു ഒറ്റ സാധനം മതി. എന്ത് രസമായിരുന്നത്. പിന്നെ എനിക്ക് കുറെ ഭാഗത്ത് എനിക്ക് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഡാൻസും കളിച്ചുകൊണ്ട് പാടുമുണ്ടാവുന്ന ചില പ്രശ്നങ്ങളായിരിക്കും നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ സാധാരണ ഇപ്പം മോൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിലാണ് വന്ന് ഇവിടെ നിന്ന് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ഈ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ക്ലീൻ ആയിട്ട് ചിലപ്പം പാടിയിട്ട് പോയാനെ. 2 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ടി വന്നത്. പക്ഷെ അത് ആ ആക്ടിനെ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പാട്ട് ചെറിയ 1-2 സ്ലിപ്സ് ഉണ്ട്. മറ്റേ തരികിട അത് ഫുൾ തരികിടയായിരുന്നു. ഫുൾ തരികിടയായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഗുഡ് പെർഫോമൻസ് മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. തീർത്ത ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ നാഗവല്ലി മുത്തേ 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക 8.5. താങ്ക് യു സർ. സർ. ഓക്കെ. സോ തീർത്ത ടോട്ടൽ 17 മാർക്സ്. താങ്ക് യു. ഓക്കെ ശരി നാഗവല്ലി.